പോയ തലമുറ മതിമറന്ന് ആസ്വദിച്ചിരുന്ന കൊതിയൂറുന്ന നാട്ടുമാമ്പഴക്കാലം പുതുമലയാളിക്ക് അന്യമാകുന്നു. ഗ്രാമവഴികളിലും തൊടികളിലും തലയുയർത്തി നിന്ന് തീവേനലിൽ മലയാളിക്ക് കാരുണ്യത്തോടെ തേൻകനികൾ വീഴ്ത്തിക്കൊടുത്ത എണ്ണമറ്റ നാട്ടുമാവുകൾ നാടുനീങ്ങിയതോടെ മാമ്പഴക്കാലം മലയാളിക്ക് തീർത്തും അന്യമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തേനൂറുന്ന മാമ്പഴക്കാലം മലയാളിക്ക് അന്യമാവുന്നു. നാട്ടുമാന്തോപ്പുകളും മുറ്റത്ത് തണൽ വിരിച്ചിരുന്ന മൂവാണ്ടൻ മാവുകളും അന്യമായ പുതിയ തലമുറക്ക് നാട്ടുമാമ്പഴത്തിന്റെ തനത് രുചി അറിയില്ല. മാവിന് ചുറ്റിലും വലിയ ചുവന്ന ഉറുമ്പുകളുടെ മഞ്ചവും പേറി മാവിനോട് മാങ്ങയ്ക്ക് വേണ്ടി അപേക്ഷിച്ച കുട്ടിക്കാലം ഇപ്പോഴത്തെ കുട്ടികളുടെ അറിവിലെവിടെയുണ്ടാകില്ല. പറഞ്ഞു കേൾക്കുന്ന കഥകളാകട്ടെ അവർക്ക് തമാശ കഥകൾ മാത്രമായി മാറുന്നു. മാങ്ങകളുടെ സമൃദ്ധിക്ക് പിറകിൽ കാർഷിക സമ്പന്നമായ ഒരു ജനതയുടെ ആത്മാവിന്റെ നൊമ്പരം കൂടിയുണ്ട്. വിശപ്പ് മാറ്റാൻ മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും മുറ്റത്തെ മാവുകൾ അവർക്ക് മുന്നിൽ കൊമ്പു താഴ്ത്തി കൊടുക്കുമെന്ന കഥകൾ. പണ്ടുകാലത്ത് ഇളം മാങ്ങകളും മറ്റും വലിയ കലത്തിലിട്ട് പുഴുങ്ങിയെടുത്ത് കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. മാമ്പഴപ്പായസം, മാമ്പഴ പുളിശ്ശേരി, മാമ്പഴത്തോരൻ, മാങ്ങ അച്ചാർ, മാമ്പഴ ജ്യൂസ് എന്നിങ്ങനെ മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളും നിരവധിയാണ്. വെള്ളൂരിലെ എ ദാമോദരൻ പഴയകാലത്തെ ഓർമ്മകൾ ഇവിടെ അയവിറക്കുകയാണ്. നമ്മൾ ഈ സ്കൂളിൽ പോയി വന്ന് ഈ ശനി ഞായർ ദിവസം ഉണ്ടല്ലോ, അത് നമ്മൾ കുറേ കൂട്ടുകാരൊത്തിട്ട് നമ്മുടെ കളിക്കാൻ പോകും. അപ്പോൾ കളിക്കാൻ പോകുമ്പോൾ നല്ല മാമ്പഴം മേലെ കാണും. അപ്പോൾ അത് നമ്മൾ ഒരു കൊയ്യ പോലത്തെ ഒരു വടിയുണ്ടാക്കി അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ കൂടി അത് എറിഞ്ഞിട്ട് തിന്നാൻ എന്തൊരു ആസ്വാദനമാണെന്നറിയോ. എന്നാൽ സമൃദ്ധിയുടെ മാമ്പഴ കാഴ്ചകൾ ഗൃഹാതുരതയുടെ പുറമ്പോക്കിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടിരിക്കുന്നു. മുറ്റത്തെ മാവുകൾ വെട്ടിമാറ്റുകയും മാമ്പഴത്തിനു വേണ്ടി പിന്നീട് വിപണികളെ ആശ്രയിക്കുകയും ചെയ്യുന്ന മലയാളി ഒരു സംസ്കാരത്തിന്റെ കടക്കലാണ് ഓടാലി വെക്കുന്നത്. മറ്റെന്തിനേയും എന്ന പോലെ മാങ്ങകളുടെ രുചി അറിയണമെങ്കിൽ അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്ന്. മാമ്പഴക്കാലമായാൽ നാട്ടിൻ മാവിൻ ചോട്ടിൽ കുട്ടിക്കൂട്ടങ്ങൾ കാവൽ നിൽക്കും. ഇളന്തലയേറ്റ് വീഴുന്ന മാമ്പഴം പെറുക്കി മുഴുവനായും അകത്താക്കാൻ. എന്നാൽ ഇന്ന് മാമ്പഴവും കുട്ടിക്കൂട്ടങ്ങളുമില്ല. പൊങ്ങച്ചത്തിനടിമപ്പെട്ട മലയാളികൾ അറിയുന്നില്ല മാമ്പഴം പെറുക്കാൻ ആളില്ലാത്ത മാവിന്റെ ദുഃഖം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി.